എലിപ്പനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, വീൽസ് ഡിസീസ് എന്ന് പറയും. ഇത് ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ. ഇതിന് എലിപ്പനി എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? സാധാരണ നമ്മൾ കാണുന്ന കാറ്റിൽ, അതായത് പശു, പന്നി, പിന്നെ നായ, എലി, ഇത്തരം മൃഗങ്ങളുടെ വൃക്കകളിൽ കാണപ്പെടുന്ന ഒരുതരം ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. അപ്പോൾ ഇവ മൂത്രവിസർജനം ചെയ്യുന്ന സമയത്ത് വൃക്കയിലുള്ള ഈ ലെപ്റ്റോസ്പൈറ ഇവയുടെ മൂത്രത്തിൽ കൂടി പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന ഈ ബാക്ടീരിയ നല്ല വെയിലുള്ള സമയമൊക്കെയാണ്, അല്ലെങ്കിൽ ഉണങ്ങിയ മണ്ണിലേക്കൊക്കെയാണ് ഇത് മൂത്രവിസർജനം ചെയ്യുന്നതെങ്കിൽ ഈ ബാക്ടീരിയ നിർവീര്യമായി പോകും. പക്ഷേ ചെറിയൊരു ഈർപ്പമുള്ള മണ്ണിലാണ്, അല്ലെങ്കിൽ വെള്ളക്കെട്ട് പോലെ നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇതിന്റെ മൂത്രം വീഴുന്നതെങ്കിൽ അവിടെ നല്ല രീതിയിൽ അതിന്റെ പെരുപ്പം ഉണ്ടാകും. അപ്പോൾ വെള്ളക്കെട്ടിൽ കൂടി നമ്മൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പാടത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഈ സാനിറ്ററി വർക്കേഴ്സ്, അവർക്കൊക്കെ ആണിത് വരാൻ കൂടുതൽ സാധ്യത. ഇതെങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ത്വക്കിൽ കൂടിയുള്ള മുറിവുകളിൽ കൂടിയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുക. ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. സാധാരണഗതിയിൽ ഈ ഒരു ബാക്ടീരിയ, ഏതൊരു ബാക്ടീരിയോ വൈറസോ തന്നെ ആയാലും, നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് അതിന് രോഗലക്ഷണങ്ങൾ കാണിക്കാനുള്ള ഒരു മിനിമം ദിവസങ്ങളുണ്ട്. ലെപ്റ്റോസ്പൈറയെ സംബന്ധിച്ച് അത് ഒരാഴ്ച മുതൽ 3 ആഴ്ച വരെ, ചില സാഹചര്യങ്ങളിൽ 30 ദിവസം വരെയും എടുക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനായിട്ട്. ഇനി എന്തൊക്കെയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏതൊരു വൈറൽ പനി അല്ലെങ്കിൽ ബാക്ടീരിയ പനി വരുന്ന പോലെ ശക്തമായ ഒരു പനി, ശരീരത്തിന് ചൂട് വളരെ കൂടുതലായിരിക്കും, സഹിക്കാൻ പറ്റാത്ത തലവേദന, പിന്നെ മാംസപേശികൾക്ക് നല്ല വേദനയും കടച്ചിലും അനുഭവപ്പെടും, ഛർദി, വയറിളക്കം, ഇതൊക്കെയാണ് എല്ലാ പനികളെയും പോലെ എലിപ്പനിക്കും തുടക്കത്തിൽ വരുന്ന ലക്ഷണങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് എലിപ്പനിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. സാധാരണ ഇത്തരം പനിയുടെ ലക്ഷണങ്ങൾ വരുമ്പം സാധാരണക്കാർ എന്ത് ചെയ്യും? നമ്മളൊരു ഫാർമസിയിൽ പോയിട്ട് പനിയുടെ മരുന്ന് വാങ്ങിച്ചു കഴിക്കും. പനിയുടെ മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഈ മാംസപേശികളുടെ വേദന പാരസെറ്റമോൾ പോലത്തെ ഗുളികകൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയ വേദനയാണ്. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വേദന സംഹാരികളിലേക്ക് പോകും. ലെപ്റ്റോസ്പൈറയുടെ അസുഖം തുടക്കത്തിലൊക്കെ ഇത്തരം ചെറിയ ലക്ഷണങ്ങളെ ഉള്ളൂവെങ്കിലും പോകെ പോകെ ഇത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. കിഡ്നീനെ ബാധിക്കും, ലിവർ, ഹാർട്ട്, ലങ്സ്, ബ്രെയിൻ, അതുപോലെ രക്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൗണ്ട് കുറയുന്ന അവസ്ഥ, പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും, ഇങ്ങനത്തെ കുറേ ലക്ഷണങ്ങൾ വരും. അപ്പം ആദ്യമേ ഇത് ബാധിക്കുന്നത് കിഡ്നീനെയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേദന സംഹാരികൾ കഴിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളി പോകേണ്ടത് കിഡ്നിയും ലിവറും ഒക്കെ വഴി തന്നെയാണ്. അപ്പോൾ ഇത് പ്രഥമമായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ തന്നെയാണ്. ലെപ്റ്റോസ്പൈറ നമ്മൾ ആദ്യമേ തന്നെ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിലുള്ള കാര്യമാണ് പറയുന്നത്, അതിന്റെ കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അസുഖം മൂർജിക്കുമ്പോൾ വരുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് കിഡ്നിയിൽ നല്ല രീതിയിൽ ബാധിപ്പുണ്ടാക്കും. സാധാരണ കിഡ്നിക്ക് അസുഖം വരുമ്പോൾ നമ്മുടെ മൂത്രത്തിന്റെ അളവ് കുറയുക, മൂത്രത്തിന് നിറവ്യത്യാസം വരിക, ഇതൊക്കെയാണ് നോർമലി കണ്ടുവരുന്നത്. പക്ഷെ എലിപ്പനിയെ സംബന്ധിച്ചിടത്തോളം യൂറിന്റെ അളവൊക്കെ നോർമലായി തന്നെ പോകും, വലിയ നിറവ്യത്യാസവും ആദ്യമേ കണ്ടുവരണം എന്നില്ല. പക്ഷേ കിഡ്നിയുടെ ടെസ്റ്റുകൾ, ഉദാഹരണത്തിന് യൂറിയ, ക്രിയാറ്റിൻ പോലത്തെ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് വേരിയേഷൻസ് വന്നു തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ കിഡ്നിയുടെ പ്രശ്നം കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നവും. കരൾ സംബന്ധമായിട്ട് കരളിന് ലെപ്റ്റോസ്പൈറ ബാധിപ്പ് വരുമ്പോഴത്തേക്കും മഞ്ഞപ്പിത്തം പോലത്തെ ലക്ഷണങ്ങളാണ് കണ്ടുവരിക. അതുപോലെ നമ്മൾ രക്തം പരിശോധിക്കുമ്പോഴത്തേക്കും ലിവറിന്റെ എൻസൈംസ് ആയ SGOT, SGPT പോലത്തെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ കൂടി തന്നെ ഇരിക്കും. പിന്നെ ശ്വാസകോശം, നമുക്ക് നല്ല രീതിയിൽ ചുമ, കഫക്കെട്ട്, നമ്മൾ ചുമച്ച് തുപ്പുന്ന സമയത്ത് രക്തം വരിക, അതുപോലെ തന്നെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോവുക, ഇതൊക്കെയാണ് ലങ്സിന് ബാധിപ്പുണ്ടായാൽ സംഭവിക്കുക. അതുപോലെ തന്നെ ഈ ബാക്ടീരിയ നമ്മുടെ ഹൃദയത്തിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹൃദയത്തിന്റെ ഇടുപ്പിൽ താളവ്യത്യാസം വരിക, ഹൃദയമിടിപ്പ് വളരെ വേഗത്തിൽ പോവുക, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് കുറഞ്ഞു പോവുക, BP വ്യതിയാനങ്ങൾ വരിക, ഇതൊക്കെയാണ് ഹൃദയത്തിന് ബാധിപ്പുണ്ടായാൽ സംഭവിക്കുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ എമ്പാടും ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ കലർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടി പോകുന്ന രക്തത്തിലെല്ലാം അണുബാധ ഉണ്ടാവും. അത് നമ്മുടെ ബ്രെയിനിലേക്കും എത്തിപ്പെടാവുന്നതാണ്. ബ്രെയിനിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അബോധാവസ്ഥയിലേക്ക് പോകാം, മസ്തിഷ്കാഘാതം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാം.
അതുപോലെ നമ്മൾ രക്തം പരിശോധിക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു പനി വന്നാലും നമ്മൾ പറയുന്നത് 2 ദിവസത്തിനകം പനിക്ക് വലിയ വ്യത്യാസമില്ല എന്നുണ്ടെങ്കിൽ രക്തം പരിശോധിക്കണം. രക്തം പരിശോധിക്കുമ്പോൾ നമ്മൾ കരളിൻ്റെ ടെസ്റ്റുകൾ, കിഡ്നിയുടെ ടെസ്റ്റുകൾ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്ത് പരിശോധിച്ചിട്ടാണ് അസുഖത്തിന് ചികിത്സ നമ്മൾ തേടേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ വയലിൽ പണിയെടുക്കുന്ന ആൾക്കാർ, കാലിൽ മുറിവുള്ള ആൾക്കാർ, അതിനോടൊപ്പം ഡയബറ്റിസ് അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ബാധിപ്പുണ്ടാക്കാം. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എലിപ്പനി നമുക്ക് കാണാൻ സാധിക്കില്ല. കേരളത്തിൽ കുറച്ചുകൂടി നമുക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. കേരളത്തിലെ മണ്ണ് കുറച്ചും കൂടി ക്ഷാരഗുണമുള്ള മണ്ണാണ്, അല്ലെങ്കിൽ ആൽക്കലൈൻ pH എന്നൊക്കെ പറയും. അവിടെ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലൈൻ pHൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ വളരാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് വയലിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ വരാൻ സാധ്യത, അല്ലെങ്കിൽ മഴക്കുള്ള സമയത്ത് വെള്ളക്കെട്ട് തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എലിപ്പനിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ മരണനിരക്കാണ്. 5 to 10% ആണ് ലെപ്റ്റോസ്പൈറയ്ക്ക് ശേഷമുള്ള മരണനിരക്ക്. അതിൻ്റെ ഒരു പ്രധാന കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ പനി വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മരുന്നുകൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലാൻ വൈകുന്നതുമാണ് മറ്റൊരു കാരണം. കൂടുതലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. പിന്നെ നമുക്കുള്ള മറ്റൊരു സംശയമാണ് എലിപ്പനിയുള്ള ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് എലിപ്പനി പടരുമോ എന്നുള്ളത്. ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് എലിപ്പനി പകരത്തില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വൃക്കയിലും ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ വരും. പക്ഷെ നമ്മുടെ യൂറിൻ്റെ pH അസിഡിക് pH ആണ്. അസിഡിക് pHൽ ഒരിക്കലും ഈ ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റില്ല. ഇനി എലിപ്പനി വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് നമ്മൾ പറയുന്നത് 3 ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എലിയുടെ മാളങ്ങൾ തകർക്കുക. എലികൾ പെരുകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഖരമാലിന്യ നിർമ്മാർജ്ജനം നല്ല രീതിയിൽ തന്നെ ചെയ്യണം. പിന്നെ പശു, ആട് അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവയുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം. ഇതാണ് ആദ്യത്തെ ലെവൽ ഓഫ് പ്രിവെൻഷൻ. രണ്ടാമത്തെ പ്രിവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. അതല്ല ഇപ്പം നമ്മൾ വെള്ളക്കെട്ടുകളിൽ നടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുക്കണം. കാലിൽ നീണ്ട പ്ലാസ്റ്റിക്കിൻ്റെ ബൂട്ട്സ് പോലത്തെ ഉറകളിടുക, കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കയ്യിലെയും കാലിലെയും മുറിവുകളാണ് പ്രധാനമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ കാരണമാകുന്നത്. കാരണം കയ്യിലെ ചെറിയ മുറിവുകൾ, കാലിൻ്റെ ഉപ്പൂറ്റിയിലെ ചെറിയ തൊലി പൊട്ടൽ, അല്ലെങ്കിൽ ചെരുപ്പിടുമ്പോൾ തള്ളവിരലിനും രണ്ടാമത്തെ വിരലിനും ഇടയിലുള്ള ചെറിയ മുറിവുകൾ, ഈ മുറിവുകളൊന്നും നമ്മൾ വലിയ കാര്യമാക്കില്ല. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ കൂടി നടക്കുമ്പോഴൊക്കെ നമുക്കിത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ ലെവൽ ഓഫ് പ്രിവെൻഷനാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ. എപ്പോഴും കൈകാലുകൾ സോപ്പിട്ട് നല്ല രീതിയിൽ കഴുകുക. പറഞ്ഞ പോലെ ഗ്ലൗസ്, കാലിൽ ബൂട്ട്സ് ഇതൊക്കെ നമ്മൾ ധരിക്കുക. പിന്നെ കയ്യിലും കാലിലൊക്കെ മുറിവുള്ളവർ കഴിവതും വയലുകളിൽ പോവാതിരിക്കുക. ഇനി എങ്ങാനും പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡ്രസ്സിങ് ചെയ്യണം. ആ മുറിവ് നല്ല ടൈറ്റായിട്ട് ബാൻഡേജ് ഒക്കെ ചെയ്ത് പ്ലാസ്റ്റിക് കവറോ മറ്റോ ധരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം തീരെ കടക്കാത്ത രീതിയിൽ വേണം നമ്മൾ വയലിലേക്കും പാടത്തേക്കും ഒക്കെ പണിക്ക് പോകാനായിട്ട്. ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എലിപ്പനിക്ക് വേണ്ടി പ്രത്യേകിച്ച് വാക്സിനേഷൻസ് ഒന്നും നിലവിൽ അവൈലബിൾ അല്ല. ലെപ്റ്റോസ്പൈറക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. അതിൽ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ആണ് നമ്മൾ റുട്ടീൻലി ഉപയോഗിച്ച് വരുന്നത്. പ്രിവെൻഷൻ്റെ ആവശ്യത്തിനാണെങ്കിലും ഇപ്പം നമ്മൾ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിപ്പോയി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാടത്ത് പണിയെടുക്കാൻ പോയി, കൂടുതലും ഫ്ലഡ് ഉള്ള സമയത്താണ് എലിപ്പനി രോഗങ്ങൾ കൂടുന്നത്. അപ്പോൾ ഫ്ലഡ് ഉള്ള സമയത്തൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻഷനായിട്ട് എടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഡോക്സിസൈക്ലിൻ തന്നെയാണ് പ്രതിരോധത്തിനും വേണ്ടിയും കൊടുക്കുന്നത്. മഴക്കാല സമയങ്ങളിൽ ഇത്തരം അസുഖം വരുന്ന പേടിയുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പോഷർ ആയിട്ടുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. 100 മില്ലിഗ്രാമിൻ്റെ 2 ഗുളികകൾ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളത് എടുത്താൽ മതിയാകും. അങ്ങനെ നമുക്ക് എക്സ്പോഷറുള്ള അത്രയും നാൾ നമ്മളത് എടുക്കേണ്ടി വരും. മെഡിസിൻ വേണ്ട എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പനിയുടെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ ചെല്ലുക. സ്വയം ചികിത്സ കഴിവതും ഒഴിവാക്കുക. വേദന സംഹാരികൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എലിപ്പനിയുടെ കോംപ്ലിക്കേഷൻസിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ രക്ഷ നേടാൻ കഴിയും. എലിപ്പനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.